ധ്യാനങ്ങൾ നല്ലതാണ്, ധ്യാനകേന്ദ്രങ്ങൾ നല്ലതാണ്, കൺവെൻഷനുകൾ നല്ലതാണ്, ആത്മീയ കൂട്ടായ്മകൾ നല്ലതാണ്, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നല്ലതാണ്. പക്ഷെ എന്തിനു വേണ്ടി? ഈ ലോകത്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ആത്മീയതയുടെ പിന്നാലെ മുഴുവൻ നടന്നതെങ്കിൽ ഈ ഓട്ടം മുഴുവൻ വെറുതെ ആയിരുന്നു. മോഹങ്ങൾ കൂടി എന്നതായിരുന്നു വിശ്വാസത്തിന്റെ വളർച്ചയായിട്ട് നമ്മൾ കണ്ടത്. ക്രിസ്തുവിനെ നേടുക, ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ ഈ ലോകത്തിലുണ്ടായിരുന്ന കാര്യങ്ങളല്ല വിലപിടിപ്പുള്ളതായിട്ട് കണ്ടത്. പ്രാർത്ഥിച്ചതിന്റെ ലക്ഷ്യം ഈ ലോക കാര്യങ്ങൾ നടക്കുകയായിരുന്നില്ല, അത് അവരുടെ അവസാനത്തെ ലക്ഷ്യം പോലും ആയിരുന്നില്ല. നമ്മുടെ ആത്മീയത എവിടെ എത്തി നിൽക്കുന്നു? ഈ ലോകത്തിന് വേണ്ടി. ഇവിടെ എങ്ങനെ കുറച്ചുകൂടെ പണം ഉണ്ടാക്കാം, ഇവിടെ എങ്ങനെ 2 നിലയുള്ള വീട് കൂടെ വെക്കാം, ഇവിടെ എങ്ങനെ കുറച്ചുകൂടെ നല്ലൊരു വണ്ടി വാങ്ങിക്കാം, ഇവിടെ എങ്ങനെ കുറച്ചുകൂടെ ബിസിനസ്, ഇവിടെ എങ്ങനെ മക്കളുടെ ഭാവി സ്ഥിരമാക്കാം. അപ്പസ്തോലിക സഭയ്ക്ക്, ആദിമ സഭയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി വിതയ്ക്കാൻ അവർ കണ്ടെത്തിയ ഇടമായിരുന്നു ഈ ലോകം.